ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. ഈശോ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു സാക്ഷ്യം അതിനിടയ്ക്ക് പറഞ്ഞു. ആ പറഞ്ഞ സാക്ഷ്യം ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 28-ാം തിരുവചനം. ഈശോ പറഞ്ഞ സാക്ഷി ഇങ്ങനെയായിരുന്നു: സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹന്നാനേക്കാൾ വലിയവനില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. സ്നാപയോഹന്നാന്റെ മാതാപിതാക്കന്മാര് എലിസബത്ത് സക്കറിയ ദമ്പതികൾ. സക്കറിയ ദേവാലയ ശുശ്രൂഷയായിരുന്നു. എലിസബത്ത് സക്കറിയ ദമ്പതികൾ നീണ്ട വർഷം കഴിഞ്ഞിട്ട് മക്കളില്ലായിരുന്നു. ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ പൂർണ്ണതയ്ക്ക് ഒരു കുഞ്ഞില്ല എന്ന കാരണത്തിലേക്ക് നോക്കി എലിസബത്ത് സക്കറിയ ദമ്പതികൾ ദുഃഖിച്ചില്ല, നിരാശപ്പെട്ടില്ല, പരാതി പറഞ്ഞില്ല, ആകുലപ്പെട്ടില്ല, അസ്വസ്ഥപ്പെട്ടില്ല. പിന്നെന്ത് ചെയ്തു? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 6-ാം തിരുവചനം. എലിസബത്ത് സക്കറിയ ദമ്പതികൾ അവർ ദൈവത്തിനു മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും എല്ലാം കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 34-ാം തിരുവചനം. മറിയം ദൈവത്തിൻ്റെ ദൂതനോട് ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിക്കും? ഈ 2 വചനവും വായിച്ചിട്ട് ഒരു സഹോദരൻ എന്നോട് ഇങ്ങനെ സംശയം ചോദിച്ചു. 2 പേരും ചോദിച്ചത് ഒന്ന് തന്നെയാണ്. മറിയം ചോദിച്ചു, മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഇതെങ്ങനെ സംഭവിക്കും എന്ന് മറിയം ചോദിച്ചു. ഇതേപോലെ തന്നെ സക്രിയയും ചോദിച്ചു. 18-ാമത്തെ വചനത്തിൽ വായിച്ചു കേട്ടു. ഞാൻ എങ്ങനെ അറിയും? വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞുള്ളതാണ്. സക്കറിയായ്ക്ക് മൂകത കൊടുത്തു, മറിയത്തിനൊന്നും കൊടുത്തില്ല. അതെന്താണ് അങ്ങനെ ഒരു പക്ഷഭേദം കാണിച്ചത്? ശരിയല്ലേ? ന്യായമായ ഒരു ചിന്തയല്ലേ? നിങ്ങൾ ഇതുവരെ ആരോടെങ്കിലും ചോദിച്ചോത്? എല്ലാ ആഗമകാലത്ത് ഇത് ആവർത്തിച്ച് വായിച്ചു കേൾക്കുന്നുണ്ട്. ആരോടെങ്കിലും ചോദിച്ചോ? ഒരു ന്യായമായ സംശയമാണല്ലോ, അല്ലേ? അതെ. ഇനി എന്താണ് സക്കറിയായ്ക്ക് മൂകത കൊടുത്തതിൻ്റെ അടയാളം, മൂകത കൊടുത്തതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? വിവാഹം കഴിഞ്ഞ് നീണ്ട നാളുകൾ മക്കളില്ലായിരുന്ന എലിസബത്ത് സക്കറിയ ദമ്പതികൾ ഈ മക്കളില്ല എന്നതായ അവസ്ഥയെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ആരാധനയായി കൊടുത്ത് ദൈവ ശുശ്രൂഷ ചെയ്യാണ്. ദൈവ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നാൽ, ദൈവവുമായിട്ട് ആഴമായ ബന്ധത്തിലേക്ക് വന്നാൽ, ആഴമായ ബന്ധത്തിലേക്ക് വരുന്ന അവന് പ്രായമില്ല, സമയമില്ല, കാലഘട്ടമില്ല. ഏത് സമയത്തും ദൈവം എന്ത് തരാം? പറയും, അനുഗ്രഹം തരാം. അപ്പോൾ ഏത് സമയത്തും അനുഗ്രഹം സ്വീകരിക്കാനായിട്ട് തയ്യാറായി നിൽക്കേണ്ടവനാണ് ഈ ബന്ധത്തിൽ ആഗ്രഹത്തോട് ചോദിച്ചവൻ. അപ്പോൾ സക്കറിയായ്ക്ക് ചോദിക്കാനുള്ള അവകാശമില്ല. കാരണം നീണ്ട നാളുകളായിട്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചവന്റെ മുമ്പിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയപ്പോൾ യെസ് ലോർഡ്, ദൈവമേ ഇതാ ദാസൻ, സന്തോഷിക്കേണ്ടവൻ ചോദ്യം ചോദിക്കാൻ അവകാശമില്ല. കാരണം അവൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന കാര്യം അവന് കിട്ടിയപ്പോൾ ആ കിട്ടിയതിൽ അവന് സന്തോഷിക്കണം. എന്നാൽ മറിയത്തിൻ്റെ കാര്യം അങ്ങനെയല്ല. മറിയം ഇത് ആഗ്രഹിച്ച് ചോദിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വ്യക്തി അല്ല. മറിയത്തിൻ്റെ പ്രായം അങ്ങനെ ചോദിക്കാൻ പറ്റിയ രീതിയിലുള്ളതല്ല, അല്ലെങ്കിൽ ഈ കാര്യം സ്വീകരിക്കാൻ പറ്റിയ പ്രായമല്ല. അതുകൊണ്ട് മറിയത്തിന് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈ നിമിഷം വരെ അസാധ്യമെന്ന് നീ കരുതിയത്
സാധ്യമായി തരും. ഇതാ കർത്താവിൻ്റെ ദാസി. മറിയത്തിൻ്റെ ചോദ്യത്തിന് അവിടെ തന്നെ ദൂതൻ ഉത്തരം കൊടുത്തപ്പോൾ അടിയറ വെച്ചു. സക്കറിയായ്ക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശമില്ല. കാരണം ഇത്രയും നാള് അവൻ പ്രാർത്ഥിച്ചതും ബലിയർപ്പിച്ചതും ദേവാലയ ശുശ്രൂഷ ചെയ്തതും മുഴുവനും ഈ ദൈവമായുള്ള ബന്ധത്തിലൂടെ ആഴപ്പെട്ട് ആ ആഴപ്പെട്ട ബന്ധം അനുഗ്രഹമായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. ഞാൻ ഓരോ ദിവസവും അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന, ഞാൻ ഓരോ ദിവസവും ചൊല്ലുന്ന പ്രാർത്ഥന, ഞാൻ ഓരോ ദിവസവും വായിക്കുന്ന വചന വായന, ഞാൻ ഓരോ ദിവസവും ചൊല്ലുന്ന ജപമാല, ഇതിൻ്റെ എണ്ണമല്ല, അളവല്ല, ആഴമാണ് കർത്താവ് നോക്കുന്നത്. ഈ ആഴം ബന്ധപ്പെട്ടാൽ, ഈ ആഴം കൂടുതൽ കൂടുതൽ ആയിത്തീർന്നാൽ, ഈ ആഴമായ ബന്ധത്തിലാണ് അനുഗ്രഹം ഉണ്ടാകുന്നത്. ബന്ധം ആഴപ്പെടണമെങ്കിൽ അനുവദിക്കുന്നതിന് ആരാധനയായി കൊടുക്കണം. Praise the Lord. 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 നീണ്ട 75-ാമത്തെ വയസ്സിൽ വിളികിട്ടി. 25 വർഷം കാത്തിരുന്നു. കാത്തിരുന്നതിൻ്റെ ഫലമായിട്ട് ദൈവം ഒരു മകനെ കൊടുത്തു. ആ മകനെ കിട്ടിയ അപ്പൻ്റെ പേരാണ് അബ്രാഹാം. മകനെ മോറിയ മലയിൽ ബലിയർപ്പിക്കാനായിട്ട് ദൈവം അബ്രാഹത്തോട് പറഞ്ഞു. അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷപ്രദമായൊരു കാര്യം, ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചത് ഒറ്റ കാരണം കൊണ്ടാണ്. കൊടുത്ത ദൈവമാണോ കിട്ടിയ മകനാണോ വലുത്? ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി. കൊടുത്ത ദൈവമാണോ കിട്ടിയ മകനാണോ വലുത്? കൊടുത്ത ദൈവമാണ് വലുതെങ്കിൽ അബ്രാഹത്തിന് കിട്ടിയ മകനെ കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായില്ല. കൊടുത്ത ദൈവമാണ് വലുതെങ്കിൽ കിട്ടിയ മകനെ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. 1 പത്രോസ് 4:12 നിങ്ങളെ പരിശോധിക്കാൻ അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചു എന്നതുപോലെ അന്താളിക്കരുത്. നീ കർത്താവുമായുള്ള ബന്ധത്തിൽ ആഴപ്പെടുമ്പോൾ, ആഴപ്പെടുന്ന ബന്ധത്തിൽ, ഈ ആഴപ്പെടുന്ന ബന്ധം അനുഗ്രഹമായി തീരണമെങ്കിൽ, ഈ ആഴപ്പെടുന്ന ബന്ധം അഭിഷേകമായി തീരണമെങ്കിൽ, ഈ ആഴപ്പെടുന്ന ബന്ധം സമൃദ്ധിയായി മാറണമെങ്കിൽ അവിടെയൊക്കെ ചില പരിശോധന ഉണ്ടാകും. പരിശോധന എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നീ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ചിലപ്പോൾ അത് നിന്റെ ആരോഗ്യമായിരിക്കാം, ചിലപ്പോൾ നിന്റെ പ്രിയപ്പെട്ടവരായിരിക്കാം, ചിലപ്പോൾ നിന്റെ ജോലിയായിരിക്കാം, ചിലപ്പോൾ നിന്റെ മക്കളായിരിക്കാം, ചിലപ്പോൾ നിന്റെ സമ്പത്തായിരിക്കാം, ചിലപ്പോൾ നിന്റെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവമായിരിക്കാം. ഇവിടെ രോഗം വരും, നഷ്ടം വരും, അപ്രതീക്ഷിതമായ മരണം വരും, അപ്രതീക്ഷിതമായ സഹനം വരും. ഇതെല്ലാം നിന്നെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിന് കർത്താവ് പരിശോധിക്കുന്നു? കർത്താവ് പരിശോധിക്കുന്നത് ബന്ധം ആഴപ്പെടാൻ കർത്താവ് അനുവദിക്കുന്നതിനെ നീ ആരാധനയാക്കി മാറ്റുവോ എന്നറിയാൻ വേണ്ടിയാണ്. നീ ആഴപ്പെടാൻ വേണ്ടി കർത്താവ് അനുവദിക്കുന്നതിനെ ആരാധനയാക്കി മാറ്റുവോ എന്നറിയാൻ വേണ്ടിയാണ് കർത്താവ് ആ പരിശോധന തരുന്നത്. ഇവിടെ അബ്രാഹത്തെ പരിശോധിച്ചു. നിങ്ങൾക്ക് സംഭവമൊക്കെ അറിയാവുന്നതുകൊണ്ട് അതിലൊറ്റൊരു കാര്യം മാത്രം പറയാൻ വേണ്ടിയിട്ടാണ്. മകനെ മോറിയ മലയിൽ ബലിയർപ്പിക്കാനായിട്ട് ദൈവം പറഞ്ഞപ്പോൾ പറഞ്ഞ ദൈവത്തിൻ്റെ മുമ്പിൽ അനുവദിച്ചതിനെ അബ്രാഹാം ആരാധനയാക്കി മാറ്റി. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനം. അബ്രാഹാം വേലക്കാരോട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം. ഞാനും മകനും പോയി മകനെ മോറിയ മലയിൽ കൊണ്ട് ബലിയർപ്പിച്ചിട്ട് വരാമെന്നല്ല പറഞ്ഞത്. ഞാനും മകനും പോയി ആരാധിച്ചിട്ട് വരാം. മകനെ ബലിയർപ്പിക്കാനായിട്ട് അബ്രാഹത്തോട് ദൈവം പറഞ്ഞതിനെ അബ്രാഹാം എന്താക്കി മാറ്റി? ആരാധനയാക്കി മാറ്റി. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത് ഏതെല്ലാമാണോ, ഈ അനുവദിക്കുന്നത് ഒരാഴമായ ബന്ധത്തിലേക്ക് വരാൻ വേണ്ടിയാണ്. ആഴമായ ബന്ധത്തിലേക്ക് വരണമെങ്കിൽ, ആഴമായ ബന്ധം സ്ഥാപിക്കാൻ അനുവദിക്കുന്നതിനെ ആരാധനയാക്കി മാറ്റണം. ഇതാ അബ്രാഹാം മകനെ ബലിയർപ്പിക്കാനുള്ളത് ആരാധനയാക്കി മാറ്റി. ആരാധനയാക്കി മാറ്റിയത് തൻ്റെ അനുസരണത്തിലൂടെയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 18-ാം തിരുവചനം. വചനം ഇങ്ങനെ പറയുന്നു, നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട്. എങ്ങനെ അനുസരിച്ചു?
നിന്റെ നീ സന്തതിയിലൂടെ എങ്ങനെ അനുസരിച്ചു അബ്രഹാം? അബ്രഹാം അനുസരിച്ചത് അനുവദിച്ചതിനെ ആരാധനയാക്കി മാറ്റിക്കൊണ്ട്, അനുവദിച്ചതിനെ ആരാധനയാക്കി മാറ്റിക്കൊണ്ട് അബ്രഹാം അനുസരിച്ചപ്പോൾ നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ അബ്രഹാം വിശ്വാസികളുടെ പിതാവായി. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധം ആഴപ്പെടണമെങ്കിൽ, ആഴപ്പെടുന്ന അനുഭവത്തിലേക്ക് കടന്നു വരണമെങ്കിൽ അനുവദിക്കുന്നതിനെ ആരാധനയാക്കി അനുദിനം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രൈസ് ദി ലോർഡ്. Praise the Lord. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ മലയാള സ്റ്റേജിൽ ആദ്യത്തെ ദിവസത്തെ ഞായറാഴ്ച ദിവസം വിശുദ്ധ കുർബാനയും പ്രസംഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പം ഞാൻ ഊട്ടുമുറിയിലേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. ധ്യാനിച്ചു കൊണ്ടിരുന്ന ഒരു അമ്മച്ചി പുറകെ വന്നു. അമ്മച്ചി ഓടി വരുന്നുണ്ട്. പക്ഷേ എൻ്റെ സ്പീഡ് ഇച്ചിരി, എൻ്റെ നടപ്പിച്ച് സ്പീഡിലായതുകൊണ്ട് അമ്മച്ചിക്ക് എത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് അമ്മച്ചിക്ക് മനസ്സിലായി എങ്ങനെയായിട്ടും അച്ഛൻ്റെ ഈ പോക്കുകൊണ്ട് എനിക്ക് എത്ര നടന്നാലും എത്താൻ പറ്റില്ല. അതുകൊണ്ട് അമ്മച്ചി എന്ത് ചെയ്യുന്നറിയാം, അവിടെ നിന്ന് നീട്ടിയൊരു വിളിച്ചു, അച്ഛാ. അപ്രതീക്ഷിതമായൊരു വിളി പുറകിൽ വന്നപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ അമ്മച്ചി ഓടി വരിക. ഞാൻ അവിടെ നിന്നു. അമ്മച്ചിയുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. അമ്മച്ചി എന്നോട് പറയുകയാണ്, അച്ഛാ, ഇന്ന് എൻ്റെ പ്രാർത്ഥനയുടെ വാർഷികമാണ്. അച്ഛാ, ഇന്ന് എൻ്റെ പ്രാർത്ഥനയുടെ വാർഷികമാണ്. എനിക്ക് മനസ്സിലായില്ല. കാരണം മറ്റ് പല വാർഷികത്തെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. ഓർഡിനേഷനൊക്കെ സ്വീകരിച്ച് വർഷം തികയ്ക്കും ഓർഡിനേഷൻ്റെ വാർഷികം, വിവാഹം കഴിച്ച് വർഷം തികയും വിവാഹത്തിൻ്റെ വാർഷികം, നമ്മൾ ആരെങ്കിലൊക്കെ മരിച്ച് വർഷം തികയുമ്പോൾ മരണവാർഷികം, ഇങ്ങനത്തെ പല വാർഷികത്തെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് പ്രാർത്ഥനയുടെ വാർഷികം എന്ന് കേൾക്കുന്നത്. ഞാൻ അതുകൊണ്ട് അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി എന്താ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ലല്ലോ. അപ്പം അമ്മച്ചി ശാന്തമായിട്ട് എന്നോട് പറയുക, അച്ഛാ, 12 വർഷം മുമ്പ് എൻ്റെ ഭർത്താവ് മരിച്ച് ഏതാണ്ട് ഒരു 2 മാസം കഴിയുന്നതിന് മുമ്പ് എൻ്റെ മൂത്ത മകൻ മദ്യപാനം ആരംഭിച്ചു. എനിക്ക് 6 മക്കളാണ്. 3 ആൺമക്കളും 3 പെൺമക്കളും. ഈ 3 ആൺമക്കളിൽ മൂത്തവൻ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ. ബാക്കി 2 പേര് അച്ഛന്മാരാണ്. എൻ്റെ 3 പെൺമക്കളിൽ ഒരാളെ മാത്രമേ കെട്ടിച്ചിട്ടുള്ളൂ. ബാക്കി 2 പേരും കന്യാസ്ത്രീകളാണ്. ദൈവവിളി കൊണ്ട് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനമാണ് എൻ്റെ ഭവനം. അപ്പം മരിച്ച് 2 മാസം കഴിയുന്നതിന് മുമ്പ് മൂത്ത മകൻ മദ്യപാനം ആരംഭിച്ച് എല്ലാ ദിവസവും മദ്യപിച്ച് വീട്ടിൽ വരും. ആദ്യം ഭാര്യയോടും മക്കളോടും വഴക്കൂടും, പിന്നെ എന്നോട് തുടങ്ങും. അങ്ങനെ ഈ മൂത്ത മകൻ്റെ മദ്യപാനം ഞങ്ങളുടെ കുടുംബത്തിന് ഒരു അപമാനമായി. വൈദികരും സിസ്റ്റേഴ്സുമായ അവർക്കെല്ലാം ഒരു നാണക്കേടായി. സത്യത്തിൽ എനിക്കതിനെ ഓർത്ത് വലിയ വേദനയുണ്ട്. പക്ഷേ അച്ഛാ, ഞാൻ എന്ത് ചെയ്യുന്നറിയാവും? ഞാൻ എല്ലാ ദിവസവും ഇടവക ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് പോകുന്നൊരു വ്യക്തിയാണ്. ഞാൻ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഇടവക ദേവാലയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ തിരുരക്തം ഉൾക്കൊള്ളുന്ന കാസ അൾത്താര ഉയർത്തിപ്പിടിക്കുമ്പോൾ ഉയർത്തിയ കാസയിലെ തിരുരക്തത്തിൽ എൻ്റെ മദ്യപാന സ്വഭാവമുള്ള മൂത്ത മകനെ അവൻ്റെ മദ്യപിക്കുന്ന സ്വഭാവത്തോടു കൂടി ആ കാസയിലെ തിരുരക്തത്തിൽ ഞാൻ സമർപ്പിച്ചിട്ട് ഈശോയുടെ മുഖത്തേക്ക് നോക്കി അൾത്താരയുടെ മുകളിൽ തൂങ്ങപ്പെട്ട ക്രൂശിത രൂപം, ഞാൻ ആ ക്രൂശിത രൂപത്തിൽ ഈശോയുടെ മുഖത്തേക്ക് നോക്കി ഞാൻ ഈശോയോട് പറയും, ഈശോയെ, എൻ്റെ മൂത്ത മകനെ അവൻ്റെ മദ്യപാന സ്വഭാവത്തോടു കൂടി എനിക്ക് അവനെ സ്നേഹിക്കാനും അംഗീകരിക്കാനുമുള്ള കൃപ എനിക്ക് തരണേ, ശക്തി എനിക്ക് തരണേ. അച്ഛാ, എൻ്റെ മൂത്ത മകൻ്റെ മദ്യപാനം മാറ്റി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല. അത് കർത്താവിനറിയാം. എൻ്റെ മൂത്ത മകൻ്റെ മദ്യപാന സ്വഭാവത്തോടുകൂടി എനിക്കവനെ സ്നേഹിക്കാനും അംഗീകരിക്കാനുമുള്ള കൃപയും ശക്തിയും തരണേ എന്ന് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ഞാൻ പ്രാർത്ഥിക്കും. ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാനയും ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കും. ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ഉച്ച കഴിയുമ്പോഴേക്കും അവൻ മറ്റേത് ദിവസത്തേക്കാൾ കൂടുതൽ കുടിച്ചിട്ട് ഞായറാഴ്ച ദിവസം വരും. കാരണം അന്നാണ് കൂടുതൽ കൂട്ടുകാരെ കിട്ടുന്നത്. കൂടുതൽ കൂട്ടുകാരെ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ കുടിക്കും. ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ വീട്ടിൽ വഴക്കുണ്ടാകുന്നത് ഞായറാഴ്ച രാത്രിയാണ്. പിറ്റേ ദിവസം തിങ്കളാഴ്ച ഞാൻ രാവിലെ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ഈശോയോട് പ്രാർത്ഥിക്കും. ആ അമ്മച്ചി തുടർന്ന് പറയുക, നീണ്ട 10 വർഷം ഈശോയുടെ തിരുരക്തത്തിൽ
എൻ്റെ മദ്യപാന സ്വഭാവമുള്ള മൂത്ത മകനെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അച്ഛാ, കഴിഞ്ഞ വർഷം ഇതുപോലെ ഇവിടെ ഡിവൈനിലെ ധ്യാനത്തിൽ കൂടി, ആ ധ്യാനത്തിൽ വെച്ച് വർഷങ്ങളായിട്ട് അവനെ പിടികൂടിയ മദ്യപാനം എന്ന സ്വഭാവം പരിപൂർണമായും അവൻ ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല, എൻ്റെ 6 മക്കളിൽ ഇന്ന് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന, എൻ്റെ കാര്യത്തിൽ യാതൊരു കുറവും കൂടാതെ എല്ലാ കാര്യം ചെയ്തു തരുന്നത് എൻ്റെ മൂത്ത മകനാണ്. ഇവന് ഇങ്ങനെയുള്ള ഒരു ദൈവിക സ്വഭാവമുള്ള മകനായിട്ട് എൻ്റെ കർത്താവ് എനിക്ക് തിരിച്ചു തന്നിട്ട് ഇന്ന് 1 വർഷം പൂർത്തിയാകുകയാണ്. ആ 1 വർഷം പൂർത്തിയാകുന്നതിൻ്റെ നന്ദി സൂചകമായിട്ട് ആച്ചാ ഞാൻ ഈ ആഴ്ചയെ ധ്യാനിക്കാൻ വന്നത്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകിയിട്ട് 1 വർഷം പൂർത്തിയാകുന്നു. അതുകൊണ്ടാണ് ഞാൻ അച്ഛാ പറഞ്ഞത് ഇന്ന് എൻ്റെ പ്രാർത്ഥനയുടെ വാർഷികമാണെന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വലിയ അറിവും പഠനവും ഒന്നുമില്ലാത്ത ഒരു അമ്മച്ചി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടിനെ, വേദനയെ കർത്താവിൻ്റെ അൾത്താരയിൽ ഈശോയുടെ തിരുരക്തം ഉൾക്കൊള്ളുന്ന കാസയിൽ സമർപ്പിച്ചിട്ട് ആ അമ്മച്ചി തനിക്ക് വേണ്ടി, ലോകം മുഴുവന് വേണ്ടി രക്തം ചിന്തിയ ഈശോയുമായിട്ട് ആഴമായൊരു ബന്ധം, ആ ആഴമായ ബന്ധത്തിൽ ദൈവം അനുവദിച്ചതിനെ ആരാധനയാക്കി കൊടുത്തപ്പോൾ ആ അമ്മച്ചി കാത്തിരുന്നു. 10 വർഷം, നീണ്ട 10 വർഷം വിശ്വാസത്തിൽ സമർപ്പിച്ച് കാത്തിരുന്നപ്പോൾ ആ അമ്മച്ചിക്ക് തൻ്റെ 6 മക്കളിൽ ഏറ്റവും നല്ല സ്വഭാവ ഗുണമുള്ള മകനായി മൂത്ത മകനെ നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തിരുസഭയുടെ ചരിത്രത്തിൽ എന്നും എപ്പോഴും പച്ചയായി നിൽക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരമ്മയുടെ പ്രാർത്ഥനയുടെ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആഴപ്പെട്ടതിൻ്റെ അനുഭവം. ഒരമ്മച്ചി തൻ്റെ മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി 34 വർഷം കർത്താവിൻ്റെ അൾത്താരയിൽ സമർപ്പിച്ച് തൻ്റെ മകൻ്റെ ദുശീലത്തെ, വൈകല്യത്തെ എല്ലാം ആരാധനയായി കൊടുത്ത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആഴപ്പെട്ട് ആ അമ്മ വളർന്നപ്പോൾ 34 വർഷത്തെ പ്രാർത്ഥനയിലൂടെ ദൈവവുമായുള്ള ബന്ധത്തിൽ ആഴപ്പെട്ടപ്പോൾ ആ ആഴപ്പെട്ട ബന്ധം മകന് മാനസാന്തരം കൊടുത്തു. തീർന്നില്ല. മകൻ തിരുസഭയിൽ ഏറ്റവും അറിയപ്പെടുന്ന വിശുദ്ധരിൽ ഒരാളായി മാറി. ആ വിശുദ്ധന്റെ പേരാണ് വിശുദ്ധ അഗസ്തീനോസ്. ആ അമ്മയുടെ പേരാണ് വിശുദ്ധ മോണിക്ക പുണ്യവതി. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ബന്ധം ആഴപ്പെട്ടു. എങ്ങനെ ബന്ധം ആഴപ്പെട്ടു? ജീവിതത്തിൽ അനുവദിച്ചതിനെല്ലാം ആരാധനയായി, അനുവദിച്ചതിനെല്ലാം ബലിയായി കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചപ്പോൾ ഈ സമർപ്പണം ഒരാഴമായ ബന്ധത്തിലേക്ക്, അത് വിശുദ്ധരായി തീരുവാനുള്ള ബന്ധത്തിലേക്ക് ഒരമ്മ പ്രാർത്ഥിച്ചപ്പോൾ അമ്മ വിശുദ്ധയായി, പ്രാർത്ഥിച്ച മകനും വിശുദ്ധനായി. ഓർക്കണം, ഈ കർത്താവുമായുള്ള ബന്ധം കൂടുതൽ ആഴപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ ചില സഹനങ്ങളും നഷ്ടങ്ങളും പരാജയങ്ങളും നൊമ്പരങ്ങളും എല്ലാം ദൈവം അനുവദിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിലേക്ക് നോക്കി അസ്വസ്ഥപ്പെടാതെ, അതിലേക്ക് നോക്കി നിരാശപ്പെടാതെ, അതിലേക്ക് നോക്കി പരാതി പറയാതെ അതിനെ ആരാധനയാക്കി ദൈവസന്നിധിയിലേക്ക് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പുറപ്പാടിന്റെ പുസ്തകം 4-ാം അധ്യായം 22, 23 തിരുവചനങ്ങളിലും, പുറപ്പാടിന്റെ പുസ്തകം 8-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിലും, പുറപ്പാടിന്റെ പുസ്തകം 9-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിലും പ്രിയപ്പെട്ടവരെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം മോശയോട് പറഞ്ഞു, നീ പോയി ഫറവോന്റെ അടുക്കൽ ചെന്ന് പറയുക, എൻ്റെ ജനത്തെ ആരാധിക്കാനായിട്ട് വിടാൻ, എൻ്റെ ജനത്തെ ആരാധിക്കാനായിട്ട് വിടാൻ നീ പോയി ഫറവോയുടെ അടുക്കൽ ചെന്ന് പറയുക എന്ന് ദൈവം മോശയോട് പറഞ്ഞു. മോശ ചെന്ന് പറഞ്ഞപ്പോൾ
ഫറവോയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: നിങ്ങൾ എന്തിന് കാനാൻ ദേശത്തേക്ക് ആരാധിക്കാൻ പോകണം? നിങ്ങൾക്ക് ഇവിടെ തന്നെ ആരാധിക്കാമല്ലോ. ഫറവോ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഫറവോയുടെ അടിമത്തത്തിന്റെ കീഴിൽ ആരാധിക്കാമല്ലോ എന്നാണ് പറഞ്ഞത്. ദൈവം പറഞ്ഞു, അടിമത്തത്തിന്റെ കീഴിൽ ആരാധനയില്ല, ദുഃഖത്തിന്റെ കീഴിൽ ആരാധനയില്ല, രോഗത്തിന്റെ കീഴിൽ ആരാധനയില്ല, പാപത്തിന്റെ കീഴിൽ ആരാധനയില്ല, നഷ്ടത്തിന്റെ കീഴിൽ ആരാധനയില്ല, പരാജയത്തിന്റെ കീഴിൽ ആരാധനയില്ല, അപമാനത്തിന്റെ കീഴിൽ ആരാധനയില്ല. പിന്നെയോ ആരാധന നിന്റെ ദുഃഖത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പരിപൂർണമായിട്ടും കൊടുത്തിട്ടാണ് ആരാധന. നിന്റെ പാപത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പരിപൂർണമായിട്ട് കൊടുത്തിട്ടാണ് ആരാധന. നിന്റെ തകർച്ചയെയും നഷ്ടത്തെയും നിന്റെ ജീവിതത്തിലെ വിവിധങ്ങളായ പ്രശ്നങ്ങളെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് നീ ആരാധിക്കുമ്പോൾ ഈ ആരാധിക്കുന്ന ദൈവമായിട്ട് നിന്റെ അനുദിന ജീവിതത്തിലെ ബന്ധം കൂടുതൽ 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 ആഴപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഞാനും നിങ്ങൾ തിരിച്ചറിയണം, നമ്മുടെ അനുദിന ജീവിതത്തിലെ കഷ്ടതയിലും സഹനത്തിലും രോഗത്തിലും നിന്ദനത്തിലും ഒറ്റപ്പെടുത്തലിനും കുറ്റപ്പെടുത്തലിനും കളിയാക്കലിനും എല്ലാം എനിക്ക് ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി മാറണമെങ്കിൽ ഞാൻ അതിനെ ഓരോന്നിനെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ആരാധനയായി കൊടുത്ത് ദൈവവുമായുള്ള ബന്ധത്തിൽ ആഴപ്പെടുന്നതിനനുസരിച്ച് എന്നിലേക്ക് അനുഗ്രഹത്തിന്റെ സമൃദ്ധി ലഭിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവവുമായി ആഴപ്പെട്ട ബന്ധത്തിലേക്ക് വരണമെങ്കിൽ മൂന്നാമത്തെ കാര്യം, എനിക്ക് ഒരു ബോധ്യം കിട്ടണം. എന്തിനാണ് ഈ രോഗം അനുവദിച്ചിരിക്കുന്നത്? എനിക്കൊരു ബോധ്യം കിട്ടണം. എന്തിനാണ് ഈ തകർച്ച അനുവദിക്കുന്നത്? അതിനെനിക്കൊരു ബോധ്യം കിട്ടണം. അതിലൊരു ബോധ്യം കിട്ടിയാലേ എനിക്ക് അതിനെ ആരാധനയാക്കി മാറ്റി, അതിനെ ബലിയാക്കി മാറ്റി ദൈവമായുള്ള ബന്ധത്തിൽ കൂടുതൽ കൂടുതൽ ആഴപ്പെടാൻ സാധിക്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ കാണും, ബസ്സൈദ കുളക്കരയിൽ ഒരു തളർവാദ രോഗി 38 വർഷമായിട്ട് കിടക്കുക. ഈശോ ജനിക്കുന്നതിന് മുമ്പേ അവൻ രോഗിയാണ്. ഇത്രയും വർഷം അവൻ അവിടെ രോഗിയായി കിടക്കാൻ എന്താ കാരണം? രോഗിയായി കിടക്കാൻ കാരണം ഈശോ അവൻ്റെ അടുക്കലേക്ക് ചെല്ലാത്തതുകൊണ്ട്. എന്താ കാരണം? അന്ന് വരെ അവൻ ഈശോയെ കാണാത്തത് കൊണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈശോ അവൻ്റെ അടുക്കലേക്ക് ചെന്നു. ഈശോ അവനോട് ചോദിച്ചു, നീ സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നോ? ഈശോയുടെ ചോദ്യം, സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നോ? ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പം സൗഖ്യം കിട്ടും. പക്ഷേ അവൻ എന്താ പറഞ്ഞത്? ഞാൻ ഇത്രയും വർഷം ഇവിടെ കിടക്കാൻ കാരണം എന്താണെന്നറിയാമോ? എന്നെ ഇവിടെ കിടത്തിയവരാരും തിരിഞ്ഞിങ്ങോട്ട് നോക്കിയിട്ടില്ല. അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം, എൻ്റെ ഈ രോഗത്തിൻ്റെ പിന്നിൽ ഇത് മുഴുവൻ ഈ അവസ്ഥയിൽ കിടക്കാൻ കാരണം മറ്റുള്ളവരാണ്. അവൻ്റെ ഉള്ളിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള പരാതിയും പരിഭവവും ദുഃഖവും. ഒരു ബോധ്യം അവന് കൊടുക്കാൻ ആഗ്രഹിച്ച ബോധ്യം ഇതാണ്: മറ്റുള്ളവരാരുമല്ല കാരണക്കാര്, മറിച്ച് അതിലൂടെ ഈശോ അവനൊരു ബോധ്യം കൊടുക്കാൻ ആഗ്രഹിച്ചു. കൊടുത്ത ബോധ്യം എന്താണെന്നറിയാവോ? കിട്ടിയ ബോധ്യം എന്താണെന്നറിയാവോ? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 8-9 തിരുവചനം. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. 9-ാമത്തെ വചനം. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയും എടുത്ത് നടന്നു. ഇനി നിങ്ങൾ പറയണം, അവൻ കിടക്കയും എടുത്ത് നടന്നപ്പോൾ ആരോഗ്യത്തോടെ അല്ലേ? ആണോ? പൂർണ്ണ ആരോഗ്യത്തോടെ അല്ലേ? വെറുതെ അല്ല. അന്ന് വരെ കടന്നിരുന്ന കിടക്ക കട്ടിൽ ചുമക്കാനുള്ള ബലം പോലും അവന് കിട്ടി. തിരിച്ചു പോയപ്പോൾ അവന് കിട്ടിയ ബോധ്യം എന്താ? എൻ്റെ ശരീരത്തിലെ രോഗം എത്ര വർഷമായിട്ടുള്ളതാണെങ്കിലും എന്നെ സുഖപ്പെടുത്താൻ ഈശോയ്ക്ക് ഒരു നിമിഷം മതി. എന്നെ സുഖപ്പെടുത്താൻ ഈശോയ്ക്ക് ഒരു വാക്ക് മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയ്ക്ക് ഒരു നിമിഷം മതി. അത് കിട്ടുന്നോണം വരെ, ആ വാക്ക് കേൾക്കുന്നോണം വരെ ഞാൻ ആ കർത്താവുമായുള്ള ബന്ധത്തിൽ ആഴപ്പെട്ട് വരണം. ഈ ആഴപ്പെട്ട് വരുന്നതാണ് എൻ്റെ പ്രാർത്ഥന. ഈ ആഴപ്പെട്ട്
അനുഭവിക്കുന്നതാണ് എൻ്റെ ബലിയർപ്പണം. അപ്പോൾ എൻ്റെ പ്രാർത്ഥന, എൻ്റെ ബലിയർപ്പണം ഈ ആഴപ്പെട്ട ബന്ധത്തിലേക്ക് വരുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. Praise the Lord. അവൻ കിടക്കയും എടുത്ത് നടന്ന് എന്തിനാണെന്നറിയാവോ? അവൻ കിടക്കയും എടുത്ത് നടന്ന് എന്തിനാണെന്നറിയാവോ? ഞാനും നിങ്ങളും കാണണം. അവന് കിട്ടിയ ബോധ്യം ഞാനും നിങ്ങളും സ്വീകരിക്കണം. എന്താ ബോധ്യം? നിന്റെ രോഗം എത്ര വർഷമായിട്ടുള്ളതാണെങ്കിലും, നിന്റെ കടബാധ്യത എത്ര ലക്ഷത്തിൻ്റെതാണെങ്കിലും, നിന്റെ തകർച്ചയും പരാജയവും എത്ര നാളുകളായിട്ടുള്ളതാണെങ്കിലും, അതിൽ നിന്ന് പരിപൂർണമായിട്ടും രക്ഷ കിട്ടാൻ ഈശോയ്ക്ക് ഒരു നിമിഷം മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം. ഈശോ സ്നേഹിച്ചിരുന്ന ലാസർ മരിച്ചു. ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല രേഖപ്പെടുത്തി. 4 ദിവസം കഴിഞ്ഞപ്പോൾ ഈശോ അവിടെ ചെന്നു. മർത്തയും മറിയവും ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ ചിന്തിച്ചു, ഇനി നീ വന്നിട്ട് എന്താ കാര്യം? സ്നേഹിക്കുന്നു എന്നൊക്കെയല്ലേ പറഞ്ഞത്, പക്ഷെ ഇനി എന്നാ വന്നിട്ട് കാര്യം? ഈശോ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 44-ാം തിരുവചനം. മരിച്ചടക്കപ്പെട്ട് 4 ദിവസം കഴിഞ്ഞ് ലാസറിന്റെ കല്ലറയിൽ നിന്നിട്ട് ഈശോ പറഞ്ഞു, ലാസറേ പുറത്തു വരിക. അവൻ അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കൈകാലുകൾ നാടകൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവന്റെ കെട്ടുകൾ അഴിക്കുവാൻ അവൻ പോകട്ടെ. അവൻ ജീവനുള്ളവനായി വന്നു. അതിലൂടെ ഈശോ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ബോധ്യം എന്താ? മരിച്ചവനെ പോലും മരണത്തിൽ നിന്ന് ഉയർപ്പിക്കാനായിട്ട് ഈശോയ്ക്ക് ഒരു വാക്ക് മതി, ഈശോയ്ക്ക് ഒരു നിമിഷം മതി. എനിക്ക് അത് കിട്ടണമെങ്കിൽ ഞാൻ ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ ആഴപ്പെട്ട് വളരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനം. യേശു അവിടെ സംഭവം നിങ്ങൾക്കറിയാം. വ്യഭിചാരത്തെ പിടിക്കപ്പെട്ട പാപിനിയായ സ്ത്രീ, നിയമജ്ഞന് ഫരിസേയരും അവളെ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് കൊണ്ടുവന്നു. ഈശോയുടെ മുമ്പിൽ ഇരിക്കുക. 11-ാമത്തെ വചനം പറയുന്നു, സ്ത്രീയെ, അവരാരും നിന്നെ വിധിച്ചില്ലേ? ഇല്ല ഗുരു, ഞാനെ വിധിക്കുന്നില്ല. ഇനിമേലിൽ പാപം ചെയ്യരുത്. തിരിച്ചു പോകുമ്പോൾ അവൾ കിട്ടിയ ബോധ്യം എന്താ? ഞാൻ എത്ര പാപിയാണെങ്കിലും എൻ്റെ സകല പാപത്തെയും എന്നേക്കുമായി കഴുകി എന്നെ വിശുദ്ധീകരിക്കാൻ ഈശോയ്ക്ക് ഒരു നിമിഷം മതി, ഈശോയ്ക്ക് ഒരു വാക്ക് മതി. പ്രിയപ്പെട്ടവരെ, ഈ ബന്ധത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു വരണം. ഈ ബന്ധം ആഴപ്പെടുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹവും സന്തോഷവും അഭിഷേകം കിട്ടുന്നത്. അപ്പോൾ നീ എന്തോരം പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല, നിന്റെ പ്രാർത്ഥന ആഴമായ ബന്ധത്തിലേക്ക് വരണം. ആഴമായ ബന്ധത്തിലേക്ക് വരണമെങ്കിൽ അനുവദിക്കുന്നതിനെ ആരാധനയായി, ആഴമായ ബന്ധത്തിലേക്ക് വരണമെങ്കിൽ 1 കാത്തിരിക്കാൻ തയ്യാറാകണം, 2 അനുവദിക്കുന്നതിനെ ആരാധനയാക്കി സമർപ്പിക്കാൻ തയ്യാറാകണം, 3 അനുവദിക്കുന്നതിലൂടെ ഒരു ബോധ്യം കിട്ടണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കൈ ഉയർത്തി കൈ കൊഴിഞ്ഞാലേ അവൻ ഇറങ്ങി വരികയുള്ളൂ. അപ്പൊ കൊഴിയുന്നോടെ വരെ കാത്തിരിക്കണം. എന്തിനു കൊഴിയുന്നോടെ വരെ അവൻ അനുവദിക്കുന്നു? ആ കൊഴയുന്നത് ഒരു അനുഭവം, ആ കൈ ഉയർത്തുന്നത് ഒരു അനുഭവമായി മാറണമെങ്കിൽ കൈ കൊഴയണം. അപ്പോൾ അത്രയും സമയം നീ കാത്തിരിക്കാൻ തയ്യാറാകണം. മുട്ടുകുത്തി മുട്ട് പൊട്ടിയാലേ പൊട്ടുന്നോടം വരെ കാത്തിരിക്കണം. സ്വരമുയർത്തി സ്വരം പോയാലേ സ്വരം പോകുന്നോടം വരെ കാത്തിരിക്കണം. എന്തിനാണ് കാത്തിരിപ്പ് അനുവദിക്കുന്നത്? ആഴമായൊരു ബന്ധത്തിന് വേണ്ടി. ഈ ആഴമായ ബന്ധം നിന്നെ വളരണമെങ്കിൽ അനുവദിക്കുന്നതിന് ആരാധനയെ കൊടുക്കണം. ആരാധനയെ കൊടുക്കുമ്പോൾ നിനക്ക് അതിലൂടെ കർത്താവ് ഒരു ബോധ്യം, ഒരു ഉറപ്പ് തരും. അത് സ്വീകരിക്കുമ്പോഴാണ് നിന്റെ ജീവിതം അഭിഷേകമായി മാറുക.